ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ പുതിയതായി വീഡിയോ കാണുന്ന എല്ലാവർക്കും, പഴയതായി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം. കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ആദ്യമേ ഒരു വീഡിയോയിൽ ഇതിൻ്റെ പഴയ ഏതെങ്കിലും ഒരു വീഡിയോ പകർത്തുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ റെസിപ്പി കാണിക്കുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും വ്യത്യസ്തമായി കാണിക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ടർ നാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബട്ടർ നാൻ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബട്ടർ നാനും ഒരു സ്പെഷ്യൽ കറിയും ഉണ്ടാക്കി. ഇത് കോളിഫ്ലവറാണ്. നന്നായി മുറുക്കി തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് എടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ കാശ്മീരി പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലമാവാണ് ചേർക്കുന്നത്. ഇതൊരു ആധുനികമായ കറിയൊന്നുമല്ല. എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനങ്ങ് ചെയ്യാം, ചേച്ചിയോട് പറഞ്ഞു, അവൾ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം കടലമാവ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി കുടഞ്ഞ് ഞരടി പിടിപ്പിച്ച് നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം. അത് അവിടെ ഒരു മണിക്കൂറോളം ഇരിക്കട്ടെ. നന്നായിട്ട് ഞരടി പിടിപ്പിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഈ മാവെന്ന് പറയുന്നത് നമ്മൾ പാലിലും ഒരു മുട്ടയും 3/4 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ടാണ് ഈ മൈദ മാവ് കുഴച്ചത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് കൂടി ചേർത്തു. എന്നിട്ട് കുഴച്ചൊക്കെ ചേർത്തിട്ട് ബട്ടറിട്ടാണ് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടറിട്ട് ഇതിനിങ്ങനെ ഇളക്കി മാറ്റി വയ്ക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. പാലിലാണ് കുഴച്ചതെന്ന് മാത്രമേ അതിലുള്ളൂ, പാലും മുട്ടയും. എന്നിട്ട് അതിനെ അങ്ങ് മാറ്റി വെച്ചു, നന്നായിട്ട് അടച്ച് വെച്ചു. 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാൻ വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂണൊന്നും അല്ലല്ലോ, നിങ്ങൾ കണ്ടല്ലോ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മളിത് നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന കോളിഫ്ലവർ പൊരിക്കാനിട്ടു കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഈ റെസിപ്പി വീഡിയോയൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ യൂട്യൂബിലുമൊക്കെ കാണുന്നവരോട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഐഡിയ ആണ്. ഞാൻ മറ്റ് യൂട്യൂബ് ചാനലിലോ ഒന്നും കണ്ടിട്ടൊന്നും ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതേപടി ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നെങ്കിൽ അതേപടി ചെയ്യാം എന്ന് തോന്നി. രാത്രി കാലങ്ങളിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാതിരുന്നത് കൊണ്ടാണെന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അത് പൊരിച്ച് കോരി മാറ്റി വെച്ച്, രണ്ടാമതും പൊരിച്ച് അത് കോരി മാറ്റി വെച്ച് കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആ പാനിൽ ഒഴിച്ച് കൊടുത്തു. ഇത്തിരി വെളിച്ചെണ്ണയുടെ കളിയുണ്ട് കേട്ടോ. എന്നിട്ട് കടുക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വറ്റൽമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് ഇടുന്ന കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് 3 സവാള ചെറുതായി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കറിയും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഈ ഭക്ഷണത്തിനായിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. രാത്രിയിലത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോഴപ്പോഴും ഉണ്ടാക്കി തിന്നുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയും എടുക്കാം, അങ്ങനെ ചെയ്തതാണ്. 1/2 മുറി ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പച്ചക്കറിയുടെ വില അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ നമ്മളെടുത്തോളൂ. 1 ക്യാപ്സിക്കം വാങ്ങിയിട്ട് 1/2 മുറി എടുത്തു. 3 സവാളയും എടുത്തു കേട്ടോ. എന്നിട്ട് 1 തക്കാളിയും എടുത്തു. ഇപ്പോൾ വിചാരിക്കും പണക്കാർ തന്നെ അല്ലേ? പണക്കാരൊന്നും അല്ല. പൈസയേ ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാർക്കും ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കണം. എങ്കിലും ഇങ്ങനെ പകുതി വിധമൊക്കെ എടുത്താലൊക്കെ മതി കേട്ടോ. ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് വെച്ചാലോ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, വ്യത്യസ്തമായിട്ട് ചെയ്യാം. അടച്ച് വെച്ച് ആണ് നമ്മളിതിനെ മൂപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും നന്നായിട്ട്. പിന്നെ ഇതിന് മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം ഇത്രയും ചേർത്തു. ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാം കേട്ടോ. എന്നിട്ട് വഴറ്റി വെച്ചേക്കുന്നതാണിത്. എന്നിട്ട് എനിക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് അപ്പോഴും തന്നെ അതങ്ങനെ തിളച്ച് വന്നോളും. ചൂടുവെള്ളമാണല്ലോ നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തു.
അത്രയേ ഉള്ളൂ ഈ കറിക്ക് നമ്മുടെ എന്താണ് നാടൻ ബട്ടർ നാനിന് പറ്റിയതാണ്. ബട്ടർ നാനെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതൊരു മൈദയിലുണ്ടാക്കിയ ഒരു ചപ്പാത്തി എന്ന് പറയാം, എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ പാലിലും മുട്ടയിലുമാണ് കുഴച്ചത് കേട്ടോ. അങ്ങനെ അതേ മല്ലിയിലയും ഇട്ട് ആ കറി റെഡിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും പറ്റിയ കറിയാണ്. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേപോലെയൊക്കെ ചെയ്തു നോക്കണേ. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ആവോ. ഒരു ടീസ്പൂണിൽ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഞാൻ പഞ്ചസാര ഒന്നിനും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ചേർത്ത് കൊടുക്കട്ടോ. മറ്റേ സോസൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ. ബട്ടർ ഇട്ട് കൊടുത്തു 1 ടീസ്പൂൺ, അത്രേ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനെ ഒന്ന് വറ്റിച്ചെടുത്ത് അങ്ങ് മാറ്റി വയ്ക്കാം. അവിടെ ഇരുന്ന് അത് റെഡി ആയിക്കോട്ടെ. റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ നാൻ നമുക്കുണ്ടാക്കാം. അയ്യോടാ ഇങ്ങനെ വരത്തെയാണ്. ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, നീ അങ്ങനെ അങ്ങ് വരത്തില്ല, ഷേപ്പൊന്നും വേണ്ട, നമ്മളല്ലേ കഴിക്കുന്നത്. പക്ഷേ ഉണ്ടാക്കുന്നവർ ഷേപ്പിന് വേണമെങ്കിൽ ഒരു ബോളും ഒരു കിണ്ണം പോലത്തെ ഒരു സാധനം വെച്ചിട്ട് മുറിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പെർഫെക്റ്റായിട്ട് വരും. എനിക്ക് അങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഭയങ്കര പെർഫെക്ഷൻ വേണമെന്നൊന്നുമില്ല. മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മല്ലിയിലയും കൂടെ ഇട്ട് ഒന്നും കൂടെ പരത്തി നമുക്ക് ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ദോശക്കല്ലിൽ ബട്ടർ പുരട്ടി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് എടുത്ത് കഴിക്കാം. ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. തണുത്ത് പോയാൽ ഇത്തിരി പാടാണ്. ചൂടോടെ കഴിക്കണേ. ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ പരത്തി എടുക്കാം. ഇത്തിരി ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്താണ് പരത്തിയത് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ രീതിയിലുള്ള ബട്ടർ നാനാണെന്ന്. കല്ലടുപ്പി വെച്ച് കല്ല് ചൂടാക്കിയപ്പോഴത്തേക്കും അതിലേക്ക് ബട്ടർ തേച്ച് കൊടുത്തു. ബട്ടർ ഇങ്ങനെ തേച്ച് ബട്ടർ നാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അവ പറയും ഉഡായിപ്പ് എന്താണ് മൈദ ചപ്പാത്തി എന്നല്ലേ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കി കഴിക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കഴിക്കാമല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടും ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ ഞാൻ എടുക്കുന്നതാണ്, നിങ്ങൾ സഹകരിക്കണം കേട്ടോ. വളരെ വലിയൊരു യൂട്യൂബർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറട്ടെ. ഇങ്ങനെ ചുട്ടെടുത്തു, അങ്ങനെയൊക്കെ ഞാൻ മാറുമായിരിക്കില്ലേ. നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ റെസിപ്പി. അപ്പോൾ റെസിപ്പിയൊക്കെ കാണിച്ച സ്ഥിതിക്ക് നിങ്ങളടുത്ത് കുറച്ചോ കാര്യങ്ങളും പറയാം. ഭയങ്കരമായിട്ട് സന്തോഷമാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ പ്രതിസന്ധികളുടെ നടുവിലാണ്. അതിനിടയിലാണ് എനിക്ക് ഈ യൂട്യൂബും ഫേസ്ബുക്കും വീഡിയോയും എല്ലാം. അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് കേട്ടോ. നിങ്ങളിടുന്ന ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര വാല്യുബിളാണ്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പോഴത്തേനും റിപ്ലൈ തരുന്നത് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ. മോശമായി എന്നെ അധികാരമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് എങ്ങും നിന്നും അങ്ങനെ പണ്ട് മുതലേ മോശമായിട്ടുള്ളത് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നീജ.